പതിയെ കതച്ച് കയറുന്നുണ്ട്. ഇവിടെ കതയ്ക്കാൻ മാത്രം ഒന്നുമില്ല, ഇവിടെ ഇരിക്കാം. ഇവിടെ ഒന്നിരുന്നേ, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ. അവളെ ഒന്ന് ഫോട്ടോ എടുപ്പിക്കട്ടെ. ഇരിക്കേ അവിടെ ഇരുന്നേ, ഇവിടെ ഇരുന്നേ, ഇവിടെ വാ. അവിടെ ഇരിക്കേ, ഫോട്ടോ എടുക്കാം. ഇവിടെ ഇരിക്കേ. ഒരു ഫോട്ടോ എടുത്തോട്ടെ കേട്ടോ കുഞ്ഞി. ഇങ്ങോട്ട് നോക്ക് ഇവിടെ. ഇങ്ങോട്ടൊന്ന് നോക്കൂ. സ്മൈൽ പ്ലീസ്. ഡി ഇവിടെ നോക്കടി. കൈ അടുപ്പിച്ച് വെച്ചേ, കൈ അടുപ്പിച്ച് നോക്ക്. ഹലോ, നമസ്കാരം. ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോഴത്തേ ഞങ്ങൾ ഡാമിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ബോട്ടിംഗ് പോയിൻ്റ് ഫിഷ് പാ. ഡ്രോൺ ക്യാമറ യൂസിങ് പ്രൊഹിബിറ്റഡ്. നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ട്. അപ്പോഴേ കയറി കിടന്ന്. അവിടെ കിടന്നു, നീ അവിടെ കിടന്നു, ഞാനിവിടെ ഉണ്ട്. ചൂടൊക്കെ പോയിട്ട് പോവാം. എന്തേ ചൂടൊക്കെ പോയിട്ട് പോവാം. അതെ. അപ്പോഴത്തെ ഇതാണ് ഡാം. നമ്മളിപ്പം ബാണാസുര സാഗർ ഡാമിൻ്റെ ഉള്ളിലാണ്. ഏകദേശം ആ ഭാഗത്തു നിന്നാണ് നമ്മൾ വരുന്നത്. നമ്മൾ തുണിയൊക്കെ കഴുകിയത് ആ ഭാഗത്താണ്. അത് ആ ഉള്ളിൽ കൂടെ ബോട്ട് സർവീസൊക്കെ പോകുന്ന കാണാം. ആളുകളെ ആയിട്ട് കറങ്ങാൻ പോകുന്ന ബോട്ടുകളാണ്. അങ്ങകലെ കാണുന്ന ആ പെട്ടി പോലെ കാണുന്ന ഭാഗത്ത് മീൻ കൃഷിയാണ്. അത് നമ്മളിപ്പോൾ ഇത് 8ാമത്തെ ഡാമാണ് നമ്മൾ കയറി ഇറങ്ങുന്നത്. ഈ ഡാമുകളിലൊക്കെ നമ്മൾ കണ്ടതാണ് മീൻ കൃഷി. പിന്നെ അങ്ങകലെ നമുക്കൊരു ക്രിസ്ത്യൻ പള്ളി കാണാൻ പറ്റും. ഇന്ന് വൈകിട്ട് പറ്റുമെങ്കിൽ ഇവിടുന്ന് സൈക്കിൾ ചവിട്ടി ആ പള്ളിയിൽ പോയി അഭയം തേടാമെന്നാണ് വിചാരിക്കുന്നത്. അല്ല എങ്കിൽ താഴെ തന്നെ നമുക്ക് ടെൻ്റ് അടിക്കാം. അപ്പോഴത്തെ ഈ ഡാം ഏകദേശം 8 കിലോമീറ്റർ ചുറ്റളവിലാണ് ഇതിൻ്റെ റിസർവോയർ കിടക്കുന്നത്. അതായത് വൃഷ്ടി പ്രദേശം. മഴക്കാലമാകുമ്പോൾ ഇവിടുന്ന് ഈ ലെവലിൽ വെള്ളം കയറിയിട്ട് ഇത് മുഴുവൻ ഓവർഫ്ലോ ആയിട്ട് അപ്പുറത്തെ സൈഡിലോട്ട് പോകുന്നതാണ്. നമ്മൾ വന്ന വഴിയിൽ കണ്ടായിരുന്നു ചെറിയ ചാലുകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതെല്ലാം വെള്ളം ഓവർഫ്ലോ ആകുന്ന സ്ഥലങ്ങളാണ്. അതുകൂടാതെയാണ് ഷട്ടറുകൾ തുറന്ന് വെള്ളം തുറന്നു വിടുന്നത്. അപ്പോൾ ഇത് നാച്ചുറൽ ഡാമാണ്. ഈ ഞാൻ നടന്നു പോകുന്ന ഭാഗമൊക്കെ പാറക്കല്ലോ മണ്ണോ ആയിട്ടുള്ള തിട്ടകളാണ്. അതുപോലത്തെ തിട്ടകളാണ്. അപ്പോൾ ഇവിടുന്ന് എൻട്രി ആകുന്ന ഭാഗം മാത്രമാണ് നമുക്ക് ഒരു തിട്ട എന്നുള്ള കവറിങ് കിട്ടുന്നത്. ബാക്കിയുള്ള ഭാഗമൊക്കെ അതാ മണ്ണൊക്കെ ഇടിഞ്ഞ് ഡാമിൻ്റെ ആഴമൊക്കെ കുറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ബാണാസുര ഹിൽസ്. അതിൻ്റെ മുകളിൽ നിന്നുള്ള ഉറവയൂറ്റാണ് ഈ ഡാമിനെ നിലനിർത്തുന്നത്. ഇത് ആ ചുറ്റുവട്ടം മുഴുവൻ നമുക്ക് കാണാം മലനിരകളാണ്. ഈ സൈഡിൽ മാത്രമേ ഉള്ളൂ മലനിരകളില്ലാത്തത്. അങ്ങോട്ടാണ് ഈ വെള്ളം ഒഴുകി പൊയ്ക്കൊണ്ടിരുന്നത്. ഈ മലകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളമാണ് ഈ ഡാമിൽ നിറയുന്നത്. ഇത് മുഴുവൻ മണ്ണാണ്. മണ്ണ് കൊണ്ടുള്ള ചെറിയ മലയിടുക്കുകളാണ്. വലിയ കട്ടിയുള്ള മണ്ണല്ല. അതുകൊണ്ട് നമ്മൾ പതിയെ മുന്നോട്ട് പോവുകയാണ്. പാഞ്ഞു വരുന്നുണ്ട് ആശാത്തി. ഇവിടെ കുഞ്ഞി ഞാൻ പോവാ. വരുന്നുണ്ടോ?
ഉടൽ. ആ, ഇതാണ് ഫിഷ് സ്പാ. വേണമെങ്കിൽ ഇതിൻ്റെ കാല കടിപ്പിക്കണം. നിൻ്റെ കാല കടിക്കണടി. മര്യാദക്കിരി. തോള കിടക്ക്. തോള കിടന്നു 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 കിടന്നു. നിൻ്റെ കാല കടിപ്പിക്കണം. നിൻ്റെ കാല കടിപ്പിക്കണോടി. നിരവധി ഊഞ്ഞാലുകൾ കെട്ടിയിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണിത്. ഇവിടെ ആ പ്രായഭേദമന്യേ ആളുകൾക്ക് ഊഞ്ഞാലാടാനുള്ള അവസരമുണ്ട്. അപ്പോൾ ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. കുറേ മരങ്ങളുടെ നടുവിൽ കയറുകളിലായിട്ട് ഊഞ്ഞാലുകളൊക്കെ കെട്ടിയിട്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ കണ്ട് ഇരിക്കുകയാണ് ഒരുത്തി. കുഞ്ഞിപ്പെണ്ണ് അതൊക്കെ കണ്ട് ഇരിക്കുകയാണ്. കുഞ്ഞാലി എന്നാ പറ്റി? അവിടെ കിടന്നു. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ കിടന്നു. എവിടെയെങ്കിലും പോയി കിടന്നു. അവൾ വെയിലത്തൂടെ നടന്ന് ഇച്ചിരി മടുത്ത്, അതുകൊണ്ടാണ് അവിടെ കുത്തിയിരിക്കുന്നത്. അല്ലേ അല്ലേ? ഒരു മൈൻഡും ഇല്ല, ആൾക്കാരെ നോക്കിയിരിപ്പാ. അപ്പം ഞാൻ എന്നാ പറഞ്ഞാലും എന്നെ മൈൻഡ് ചെയ്യില്ല. അങ്ങനത്തെ ഒരു സ്വഭാവമായി. സാഗർ ഡാമിലേക്ക് വരുന്ന ഫാമിലിയുടെ ശ്രദ്ധയ്ക്ക് കൊച്ചു കുട്ടികളോ മുതിർന്നവരോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കഴിക്കാനുള്ള ഫുഡുമായിട്ടേ വരാവുള്ളൂ. കാരണം ഇവിടെ വെറും ബോട്ടിൽ വെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ. മനസ്സിലായോ? അതുകൊണ്ട് വരുന്നവർ ശ്രദ്ധിക്കുക. അവർക്കിവിടെ കിട്ടുന്ന ഈ ബൂത്തിൽ നിന്ന് വെള്ളം മാത്രമേ കിട്ടത്തുള്ളൂ. മുൻപ് ഇവിടെ മിൽമായുടെയൊക്കെ ഐസ്ക്രീംസും ലഘുഭക്ഷണങ്ങളൊക്കെ ലഭിച്ചിരുന്ന സ്ഥലമാണ്. പക്ഷേ ഇപ്പോൾ അതൊന്നും അലൗഡല്ല. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മുതിർന്നവരെ ആയിട്ടും കുട്ടികളെ ആയിട്ടും വരുന്നവർ, അതായത് ഒരുപാട് പ്രായമായ ആളുകളെ ആയിട്ട് വരുന്നവർ അത്യാവശ്യം അവർക്ക് കഴിക്കാനുള്ള ലഘുഭക്ഷണമൊക്കെ ആയിട്ട് വരിക. ഇത് കണ്ടോ, ഒരുത്തി ലഘുഭക്ഷണം ഇല്ലാതെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. ഞാൻ ബിസ്ക്കറ്റ് എടുക്കാൻ മറന്നുപോയി. ഞാൻ ഓർത്ത് ഇവിടെ കാണുമെന്നാണ് വിചാരിച്ചത്. ഇവിടെ കുട്ടികൾക്കുള്ള ചെറിയ പെഡൽ ബോട്ടൊക്കെ ഉണ്ട്. എത്തേണ്ട ആ ഭാഗത്താണത്. നമ്മളേതൊക്കെയാലും ഇനി താഴോട്ട് തന്നെ പോവുകയാണ്. അതിനുശേഷം ഒന്ന് കറങ്ങണം. താഴോട്ട് പോകുക എന്ന് പറഞ്ഞത് ഇവിടുന്ന് ഒരു ബോട്ട് സർവീസിൻ്റെ ഏരിയയാണിത്. അപ്പം ഞങ്ങളിവിടെ ബോട്ടിങ് ഏരിയയിലുണ്ട്. ഫുഡ് വേസ്റ്റ് ഓൺ വേസ്റ്റ് ബോക്സ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഭക്ഷണശാല പോലും ഇല്ല. നടത്തിപ്പുകാരെ എടുത്ത് വേസ്റ്റ് ബോക്സ് ഇടുന്നത്. ഇതാണ് ബോട്ടിംഗ് ലാൻഡ് കേട്ടോ. ഇതിൻ്റെ ടിക്കറ്റ് എടുത്തിട്ട് വേണം ബോട്ടിങ്ങിന് പോകാൻ. സ്പീഡ് ബോട്ടുണ്ട്, അതുപോലെ തന്നെ പെഡൽ ബോട്ടുകളുണ്ട്. ഈ ഏരിയ വിട്ട് പെഡൽ ബോട്ടുകൾക്ക് അനുവാദമില്ല. അവിടെ റിങ്ങിട്ടിട്ടുണ്ട്. ഇപ്പുറത്തെ ഏരിയയിലാണ് മറ്റ് ബോട്ടുകൾ പോകുന്നത്. അത് സ്പീഡ് ബോട്ട്. അത്ര ഇതായിട്ടുള്ള അഭ്യാസങ്ങളൊന്നുമില്ല. അഭ്യാസങ്ങളൊക്കെ കാണാൻ കൊമരകത്ത് തന്നെ വരണം. കൊമരകം ആലപ്പുഴ ഏരിയയിൽ പിള്ളേർ കാണിക്കുന്ന അഭ്യാസങ്ങളാണ് അഭ്യാസം. ഇതൊന്നും ഒരു അഭ്യാസമല്ല കേട്ടോ. ഇത് ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ പ്രായമായവരൊക്കെ ആയിട്ട് പോകുന്നതുകൊണ്ടായിരിക്കും. യൂത്തൊക്കെ പോകുന്നത് നല്ല സ്പീഡിലുള്ള ഇതിലാണ്. ഇതത്ര കാര്യമായിട്ടുള്ള സ്പീഡില്ല. ചെറിയ വളവ് തിരിവ് പരിപാടികളൊക്കെ ഉള്ളൂ. എന്നാലും അടിപൊളിയാണ്. വരുന്ന ആളുകൾക്ക് ഒരു എൻജോയ്മെൻറ്റിനുള്ള ഏരിയയാണ്. ചെറിയ വെട്ടിക്കലൊക്കെ ഉള്ളൂ. അല്ലാതെ നമ്മുടെ അവിടുത്തെ പോലെ തെറ്റിച്ച് തിരിച്ചു നിർത്തുന്ന പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ ചെറുത്. കുഞ്ഞി തന്നെ ജമ്പിങ്.
ഒരു ജമ്പിങ്ങോടെ പരിപാടി കഴിഞ്ഞു. സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ സോളാർ സെക്ഷനിലോട്ട് പോവുകയാണ്. അവിടെ സോളാർ പാനൽ ഉപയോഗിച്ച് ഏറ്റവും വലിയ സോളാർ എനർജി ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലമുണ്ട്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകാം. ഇവിടെ കുറേ റൈഡുകളുണ്ടായിരുന്നു, എല്ലാം നിർത്തിയെന്നാണ് തോന്നുന്നത്. ഇവിടെ ബുൾ റൈഡൊക്കെ ഉണ്ട്. ബുൾ റൈഡ് ഉണ്ട്. അയ്യോ, ഇനി ഫാസ്റ്റായിട്ട് പോകണം കേട്ടോ. ഇപ്പോഴത്തെ സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ്. ആ മലയുടെ മുകളിലാണ് സൂര്യൻ അസ്തമയം നടത്തുന്നത്. അപ്പോൾ ഡാമിൻ്റെ മറ്റൊരു ഏരിയയിലോട്ടാണ് വന്നത്. ഇപ്പോൾ ഡാം ഇവിടുന്ന് കെട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ വന്നതാണ്. ഇതുകൊണ്ട് ഇത് കരിങ്കല്ല് മുഴുവൻ എടുത്തിട്ടിരിക്കുന്നതാണ്. ഇത് നാച്ചുറൽ ഡാം ആയതുകൊണ്ട് ഒരു തിരയടിച്ച് മണ്ണ് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി കരിങ്കല്ല് കൊണ്ടുവന്ന് ഇറക്കിയിട്ടിരിക്കുന്നതാണ്. അവിടെ ഇതാ ബോട്ട്, സ്പീഡ് ബോട്ടിൽ ആളുകൾ യാത്ര ചെയ്യുന്നത് കാണാം. പിന്നെ ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇടയിലൊക്കെ പാമ്പുകൾ കാണും. അതുകൊണ്ട് ആൾക്കാരോട് സൂക്ഷിക്കണമെന്ന് പറയുന്ന ഒരു ബോർഡുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ മാക്സിമം ഏരിയ നമുക്ക് പോയി ഒന്ന് കവർ ചെയ്യാം. അവിടെ മത്സ്യഫെഡിൻ്റെയൊക്കെ ഇത് ഹാച്ചറിയൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. അപ്പോൾ നമ്മൾ മുതലമട പോയപ്പോഴും ഇതുപോലൊരു ഡാമാണ് കണ്ടത്. മുതലമടയിൽ ഇതുപോലെ തന്നെയുള്ള ഒരു ഡാമാണ് കണ്ടത്. പക്ഷേ അത് ചെറുതാണ്. ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മഡ് ഡാമാണിത്. നമ്മൾ ഇതുപോലത്തെ 2 മഡ് ഡാം കണ്ടിരുന്നു. അതുകൂടാതെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഏറ്റവും വലിയ മഡ് ഡാം, അതായത് അത്രയും ഏകദേശം 1 കിലോമീറ്റർ വൺ സൈഡ്, ബാക്കി സൈഡ് എന്ന് പറഞ്ഞാൽ ആ കരയോട് ചേർന്ന് പോയിട്ടാണ്, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ 3 സൈഡ് മഡ് ഡാമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. ബാക്കിയുള്ള ഭാഗം അതൊക്കെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലങ്ങളാണ്. ഈ ഭാഗമാണ് മഡ് ഡാം. ഇത് കഴിഞ്ഞ് കുറേ ഭാഗം കൂടി ഈ മലയുടെ അങ്ങേ സൈഡിലൂടെ ഈ ഡാമിൻ്റെ ഭാഗങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഇവിടുന്ന് ഇനി ഷട്ടർ പ്രദേശത്തേക്ക് പോകണമെങ്കിൽ പിന്നെയും ഒരുപാട് ദൂരം നമ്മൾ യാത്ര ചെയ്യേണ്ടതുണ്ട്. ഈ കാണുന്ന ഭാഗങ്ങളൊക്കെ കഴിഞ്ഞ് വേണം ഷട്ടർ ഭാഗത്തേക്ക് പോകാൻ. നമ്മൾ വരുന്ന വഴിയിൽ ഷട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ എടുത്തിരുന്നു. പക്ഷേ ഇത് ഇപ്പം ഈ കല്ലിട്ടിരിക്കുന്ന ലെവലിലുള്ള സ്ഥലങ്ങളാണ്. ഈ താഴെ കാണുന്ന ആ ഒരു ഏരിയ കാണിച്ചിരിക്കുന്നത്. അവിടെ നിന്നാണ് ഈ വെള്ളം ഒഴുകി പോകാനുള്ള ചെറിയ ചാലുകൾ കാണുന്നത്. അതായത് കല്ലിട്ടിരിക്കുന്ന മുകളിലാണ്, മുകൾ ഭാഗത്ത് കല്ലിട്ടിരിക്കുന്നു. പക്ഷേ അതിൻ്റെ അടിയിൽ മണ്ണിൻ്റെ ഏരിയയാണ്. അവിടെ വന്ന് വെള്ളം ആയി കഴിയുമ്പോൾ അതിൻ്റെ ഒരു ഉറവ വരുന്നത് താഴേക്ക് പോകാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇത് ആളുകളൊക്കെ വരിയായിട്ട് താഴേന്ന് ഡാം കാണാൻ വരുന്നത് കാണാം. ബസ്സിലും കാറിലുമൊക്കെ വന്ന ആളുകളാണ്, ടൂറിസ്റ്റുകളാണ്. അതുപോലെ തന്നെ താഴേന്ന് വയ്യാത്ത അതായത് ടിക്കറ്റ് എടുത്ത ആർക്കും 2 വണ്ടികൾ എപ്പോഴും ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ സിപ്പ് ലൈനുകൾ, ഇതാ നിങ്ങൾക്ക് കാണാം. സിപ്പ് ലൈനിൽ ആളുകൾ താഴേക്ക് പോകുന്നത് കാണാം. വയനാടിൻ്റെ ഒരു പ്രത്യേകത, എല്ലായിടത്തും ഒരു സിപ്പ് ലൈനിനുള്ള ചാൻസ് ഉണ്ട്. 2 മലകളോ ഒരു ചെറിയ ഉയർന്ന പ്രദേശങ്ങളുണ്ടെങ്കിൽ സിപ്പ് ലൈൻ അവിടെ ഓക്കെയാണ്. അങ്ങനെയുള്ള ഒരു പ്രത്യേകത കൂടി വയനാട്ടിലുണ്ട്. അയാൾ അങ്ങ് താഴെ എത്തിക്കഴിഞ്ഞു. അപ്പോഴത്തെ ഡാമിൻ്റെ സോളാർ ഭാഗത്തേക്ക് നമ്മൾ വന്നു. താഴെയൊക്കെ ആളുകൾ മീൻ പിടിക്കുന്നത് കാണാം. താഴെ വെള്ളം പറ്റിയതുകൊണ്ട് വലിയ വലകളൊക്കെ ഇറക്കി അവർ മീൻ പിടിക്കുകയാണ്. ആ കാഴ്ചകളൊക്കെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണാൻ പറ്റും. ഇതാണ് സോളാർ സെക്ഷൻ. വളരെ വലിയൊരു പ്രോജക്റ്റാണിത്. കേരളത്തിൽ തന്നെ ഒരു ഡാമിൻ്റെ മുകളിലുള്ള ഏറ്റവും വലിയ സോളാർ എനർജി ഉണ്ടാക്കുന്ന ഒരു പ്രോജക്റ്റാണിത്. അപ്പോൾ ഏകദേശം 100-150 മീറ്ററോളം നീളത്തിൽ പാനലുകൾ വെച്ചിരിക്കുന്ന ഒരു ഏരിയ ഉണ്ട് ഇവിടെ. അതുപോലെ തന്നെ ആളുകൾക്ക് വന്ന് വിശ്രമിക്കാനുള്ള ഒരു ഇതായിട്ടും ഒരു ഷെഡ് പോലെയാണ് ഇതിൻ്റെ ഇത്. അതുകൊണ്ട്
ആളുകളെല്ലാം വെയിലത്തുനിന്ന് നടന്നു വന്ന് ഇവിടെയാണ് ഇരിക്കുന്നത്. റബ്ബർ തോട്ടങ്ങളും വീടുകളും ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി ഒരു 5 കിലോമീറ്റർ പോയാൽ അവിടെ ഒരു പള്ളിയുണ്ട്. അവിടെ സ്റ്റേ ചെയ്യാൻ പറ്റുമോ അറിയില്ല. ഏതായാലും പോയി നോക്കാം. അതല്ല എങ്കിൽ അങ്ങോട്ട് പോകാൻ സാധിച്ചില്ല എങ്കിൽ പാർക്കിംഗ് ഏരിയയിൽ എവിടെയെങ്കിലും ഇന്ന് ഔട്ടറിൽ ടെൻ്റ് അടിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വന്യമൃഗങ്ങളുടെ ഒന്നും ശല്യമില്ലെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇവിടെ ടെൻ്റ് അടിച്ച് കിടക്കാം. ഇതിൻ്റെ ഉള്ളിൽ ഫ്ലോട്ടിംഗ് പാനൽ വെച്ചിരിക്കുന്നുണ്ടോ, ഫ്ലോട്ടിങ്ങിൽ. അതാണ് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത. അതിൻ്റെ DV ബോക്സൊക്കെ ഇവിടെയാണെന്ന് തോന്നുന്നു. കേബിളിങ്ങൊക്കെ അടിയിൽ കൂടെ ചെയ്തിട്ട് DB ഒക്കെ ഇവിടെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്.